ഹമാസ് ഭീകരരുടെ തടവിലായിരുന്ന കാലയളവിൽ താൻ കടന്നുപോയത് ഹോളോകോസ്റ്റ് അനുഭവത്തിലൂടെയായിരുന്നുവെന്ന് 54 ദിവസത്തോളം ഗാസയിൽ ഭീകരരുടെ തടവിലായിരുന്ന 21 വയസ്സുള്ള ഇസ്രായേലി യുവതി മിയ ഷെം ഇസ്രായേൽ വാർത്താ ചാനലായ ചാനൽ 13 ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മിയ ഷെം തന്റെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. നവംബർ 30-നായിരുന്നു മിയയെ ഭീകരർ വിട്ടയച്ചത്. ഒക്ടോബർ 7-ന് നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കവെയാണ് ഭീകരർ മിയയെ തട്ടിക്കൊണ്ടുപോയത്. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിലാണ് തന്നെ പാർപ്പിച്ചിരുന്നതെന്ന് മിയ പറഞ്ഞു. ഏതു നിമിഷവും ബലാത്സംഗം ചെയ്യപ്പെടാവുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടാവുന്ന അവസ്ഥയിലായിരുന്നു താനെന്ന് മിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. סביר להניח שאם היינו לבד, אשתו שנאה את העובדה שאני והוא באותו חדר. היא שנאה את זה. വെളിച്ചമൊന്നും കടന്നുവരാത്ത ഒരു മുറിയിൽ ഏകാന്ത തടവിലായിരുന്നു താൻ. 24 മണിക്കൂറും തന്നെ തുറിച്ചു നോക്കുന്ന ഒരു ഭീകരനും ആ റൂമിലുണ്ടായിരുന്നുവെന്ന് മിയ വ്യക്തമാക്കി. ഭീകരൻ അയാളുടെ നോട്ടം കൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് തടവിലായിരുന്ന കാലയളവിൽ താൻ കടന്നുപോയതെന്ന് മിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഭീകരരുടെ തടവിലായിരുന്ന 54 ദിവസവും തനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. രാത്രി മുഴുവൻ ഒരു ഭീകരൻ ഇങ്ങനെ തുറിച്ചുനോക്കി തന്റെ മുറിയിലുള്ളപ്പോൾ തനിക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുമെന്നും മിയ ചോദിക്കുന്നു. ഭക്ഷണം പലപ്പോഴും ശരിയായ രീതിയിൽ ലഭിച്ചിരുന്നില്ല. 2-3 ദിവസം ഭക്ഷണമില്ലാതെ കഴിയേണ്ട അവസ്ഥ ഉണ്ടായെന്നും മരണഭയം എപ്പോഴും തന്നെ വേട്ടയാടിയിരുന്നുവെന്നും മിയ പറയുന്നു. ഗാസയിൽ താമസിക്കുന്നവരെപ്പറ്റി ലോകം അറിയണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും അവിടെയുള്ളവർ ഭീകരരാണെന്നും മിയ വികാരനിർഭരമായി അഭിമുഖത്തിൽ പറയുന്നുണ്ട്.